വയനാട് CPM-ലെ സംഘടനാ നടപടിക്കെതിരെ പ്രതിഷേധം. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് EV ജയനെ തരം താഴ്ത്തിയതിലാണ് പ്രതിഷേധമുയരുന്നത്. നടപടി റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ച ഏരിയ കമ്മിറ്റിയിൽ നിന്ന് 3 അംഗങ്ങൾ ഇറങ്ങിപ്പോയി എന്നും വാർത്ത. ജില്ലാ സമ്മേളനത്തിലുണ്ടായ കടുത്ത വിഭാഗീയതയാണ് അതിൻ്റെ ബലിയാടാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് എന്നെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പാർട്ടി അപ്പീലിന് സംസ്ഥാന കമ്മിറ്റി സാധ്യത ഞാനതൊക്കെ ഉപയോഗപ്പെടുത്തും. ഈ പാർട്ടി ഏറ്റവും ശരിയായ പാർട്ടിയാണ്, ഏറ്റവും ഈ ലെനിനിസ്റ്റ് സംഘടനാ രീതി പിന്തുടരുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഒരു വർക്ക് ചെയ്യുന്ന കേഡറെ എളുപ്പത്തിൽ അങ്ങ് കളയാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നില്ല. ഇത് ഓപ്പണായിട്ട് പ്രതികരിക്കേണ്ടി വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 35 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ ഒരു സാമ്പത്തിക കുറ്റവാളിയായി ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. വയനാട് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്ന സംഘടനാ രീതി നശിച്ചു എന്ന് വേണം വിശ്വസിക്കാൻ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ വയനാട് ജില്ലാ സമ്മേളനത്തിന് ശേഷം പുൽപ്പള്ളി ഏരിയക്കകത്ത് സഖാവ് AV ജയനെതിരെ ഇത്തരത്തിലൊരു സാമ്പത്തിക ആരോപണം വരുന്ന സമയത്ത് പ്രദേശത്ത് അതിനോടൊപ്പം പങ്കുചേർന്ന് ആ ചികിത്സാ ധനസഹായവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും നിന്ന ഞാൻ ഉൾപ്പെടുന്ന ഏരിയ കമ്മിറ്റി അംഗം വസ്തുത ഇതാണ് എന്ന് തുറന്നു പറഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ തികച്ചും വ്യക്തിപരമായി ഒരു സഖാവിനെ ഇല്ലാതാക്കുക എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തീരുമാനം നടപ്പിലാക്കിയതിൽ പ്രതിഷേധിച്ചിട്ടാണ് നമ്മൾ സത്യത്തിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്നും പുറത്തു പോകേണ്ടി വരുന്നത്. അവരുടെ പണമാണ് പോയെന്ന് പറയുമ്പോൾ അവരുടെ ചികിത്സാ സഹായത്തിന്റെ പൈസ അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരോട് ചോദിച്ചാൽ മതി. അവരോട് ചോദിച്ചാൽ അവർ പറയും അവർക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവരാണല്ലോ പറയേണ്ടത്. അത് പരിശോധിക്കാതെ ഈ വിഭാഗീയതയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ മൊഴി ഉൾപ്പെടെ എടുത്ത് പാർട്ടിയുടെ വിഭാഗീയതയുടെ ഭാഗം നിൽക്കുന്നവരുടെ മൊഴി മാത്രം എടുത്ത നടപടി അത് ശരിയല്ല. അത് ശരിയല്ല എന്നല്ല, ഞങ്ങളെപ്പോലുള്ള യുവതലമുറ കടന്നു വരുന്ന സമയത്ത് പാർട്ടിയിലേക്ക് അവർക്ക് ഇനി ഒരു കാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആർക്കും ചിന്തിക്കാൻ പോലും, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടീൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും എന്നുള്ള പേടി ഉൾപ്പെടെ വരുന്ന രൂപത്തിലേക്ക് ചില നേതൃത്വം, ഏരിയ കമ്മിറ്റിൻ്റെ നേതൃത്വവും ജില്ലാ കമ്മിറ്റിയിലെ ചില നേതൃത്വത്തിലുള്ള ആളുകൾ ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. CPM പോലെ ഒരു പാർട്ടിയിൽ ഇത്തരം പ്രതികരണങ്ങൾ അപൂർവമാണ്. എന്നാൽ അവരിതൊക്കെ തുറന്നു പറയാൻ തയ്യാറാകുന്നു. അപ്പോൾ അത്രയും കലുഷിതമാണ് അവിടുത്തെ അവസ്ഥയെന്ന് മനസ്സിലാകുന്നു. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ്. സുർജിത്ത്, യഥാർത്ഥത്തിൽ ഈ പ്രകോപനം എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ്? SKN, ഈ വിഷയം എന്ന് പറയുന്നത് ഈ പ്രതികരിച്ചവരെല്ലാം തന്നെ CPIM-ന്റെ വർഗ ബഹുജന സംഘടനകളുടെ ജില്ലാ നേതാക്കളായിട്ടുള്ള ആളാണ്. ആദ്യം പ്രതികരിച്ച, അതായത് നടപടിയെടുക്കപ്പെട്ട AV ജയൻ കർഷക സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. AKS-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് പ്രസാദ്. SFIയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ കേണിച്ചിറ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമാണ് ജിഷ്ണു പ്രസാദ്. അങ്ങനെ വിവിധ തലമുറകളിൽപ്പെട്ട നേതാക്കളാണ് പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ AV ജയൻ ഇപ്പോൾ നടപടിയെടുത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് 2019 ആനന്ദ് സാബു എന്ന് പറയുന്ന ഒരു 26-കാരൻ്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് വർഗീസ് വൈദ്യർ പാലിയേറ്റീവ് സൊസൈറ്റി എന്നുള്ള സംഘടനയുണ്ട് ഈ CPM-ന് കീഴിൽ. അത് വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഫണ്ട് ഇവർ കൈമാറിയതാണ്. അതായത് ഇവർ കൈമാറി, ചെക്ക് ബുക്ക് അടക്കം കൈമാറിയതാണ്. അതിനുശേഷം യുവാവ് മരിക്കുകയാണ് ഉണ്ടായത്. അത് കോവിഡ് കാലത്താണ് മരണം നടന്നത്. അതിനുശേഷം ഈ ചെക്ക് ബുക്ക് ഇവർ തിരിച്ചു കൊടുത്ു, മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ വിവിധ ബ്രാഞ്ചുകളിൽ നിന്ന് അഭ്യർത്ഥന വരുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ധനസഹായം നൽകാറുണ്ട്. ഇതനുസരിച്ച് RSSന്റെ ശക്തി കേന്ദ്രമായ ഒരു സ്ഥലത്ത് പാർട്ടിയുടെ ഓഫീസ് പണിയാൻ വേണ്ടി ഇതിൽ നിന്ന് ഫണ്ട് വക മാറ്റി അതിൽ നടപടിക്രമം പാലിച്ചില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ 2 പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു. അതായത് 2 സമ്മേളന കാലയളവ് കഴിഞ്ഞ് ഇപ്പോഴാണ്, ഈ സമ്മേളനത്തിന് ശേഷമാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും ഇദ്ദേഹത്തെ പുൽപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഇപ്പോൾ നിലവിൽ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അതൊരു വിചിത്ര നടപടി തന്നെയാണ്. കാരണം 2 ടേം കഴിഞ്ഞു, 2 സമ്മേളന കാലയളവ് കഴിഞ്ഞ് ഈ സമ്മേളനത്തിൽ ബോധപൂർവം കൊണ്ടുവരുന്നതാണ്. എന്തായാലും ഇത് ജില്ലാ നേതൃത്വത്തിന് ഇതിൽ പങ്കുണ്ടെന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കപ്പെടുന്നത്. ജില്ലാ നേതൃത്വം എന്ന് പറയുന്നത് നേരത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P. ഗഗാറിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ് ഇവരെല്ലാം തന്നെ. അതാണ് ഇങ്ങനെ ഈ നേതൃത്വം, പുതിയ നേതൃത്വം K. റഫീഖാണ് ജില്ലാ സെക്രട്ടറിയായി വന്നത്. ജില്ലാ സമ്മേളനത്തിൽ ഗഗാറിൻ തന്നെ ആകും എന്നുള്ള തരത്തിലുള്ള സൂചനകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അട്ടിമറി എന്നുള്ള രീതിയിൽ തന്നെ ജില്ലാ സെക്രട്ടറിയായി K. റഫീഖിനെ തെരഞ്ഞെടുത്തു. റഫീഖ് യുവ നേതാവാണ്. DYFയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, സംഘടനാ പ്രശ്നങ്ങൾ ഇവിടുത്തെ പാർട്ടിക്കകത്ത് ഉണ്ട്. ഇന്നലെ ജില്ലാ കമ്മിറ്റി ഈ നടപടി അംഗീകരിക്കുകയും ഇന്നലെ പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി കൂടുകയും ചെയ്തു. അതിൽ നിന്നാണ് 3 അംഗങ്ങൾ, അതായത് നേരത്തെ സംസാരിച്ച പ്രസാദും ഒപ്പം തന്നെ മഹിളാ അസോസിയേഷൻ്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ബിന്ദുവും അതോടൊപ്പം ജിഷ്ണുവും ഉൾപ്പെടെയുള്ളവർ ഇറങ്ങിപ്പോരുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഈ നടപടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കേണിച്ചിറ പൂതാടി സംയുക്ത ലോക്കൽ കമ്മിറ്റി
കമ്മിറ്റി വിളിച്ചു. ആ ലോക്കൽ കമ്മിറ്റിയിൽ നേതാക്കളായിട്ടുള്ള CK ശശീന്ദ്രനും K റഫീഖും പങ്കെടുക്കാൻ വേണ്ടി എത്തി. പക്ഷേ ലോക്കൽ കമ്മിറ്റി ചേരാൻ കഴിഞ്ഞില്ല. അത്രമാത്രം പിന്തുണ ഇവരെ സംബന്ധിച്ച് അവിടെ ഉണ്ട്. ദീർഘകാലം ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ആളാണ് AV ജയൻ. അതാണ് എന്തായാലും ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു സംഘമായി തന്നെ തുടരാനുള്ള തീരുമാനമാണ് ഇപ്പോൾ പ്രത്യക്ഷ പ്രതികരണത്തിന് തയ്യാറായിട്ടുള്ളത്. സാമ്പത്തിക കുറ്റവാളി ആകാതിരിക്കാനുള്ള, അങ്ങനെ ഒരു മുദ്ര കുത്തപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥന, അങ്ങനെ ഒരു വിഷയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് AV ജയൻ ഇപ്പോൾ പ്രതികരണത്തിന് വിവരങ്ങൾ നൽകിയത്.